ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രൈവ് ആൻഡ് ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1.5 സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ ഇഞ്ചിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ പച്ചക്കുരുമുളകാണ്. അത് കയ്യിലുണ്ടെങ്കിൽ എടുക്കുക. പച്ചക്കുരുമുളക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കറിക്ക്. ഇനി ആവശ്യത്തിന് കറിവേപ്പില എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണിൽ കൂടുതൽ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി 2 പച്ചമുളക് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി. അപ്പോൾ ഇത് നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാനൊരു 3/4 ടീസ്പൂണോളം എടുക്കുന്നുണ്ട്. ഇനി 1 സ്പൂൺ മല്ലിപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണിൽ കൂടുതൽ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാവരും കൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അടിച്ചെടുക്കുന്ന ടൈമിൽ നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ചിക്കനിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ചിക്കനിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത അരപ്പെല്ലാം ചിക്കനിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ്. അപ്പോൾ ചെറിയുള്ളി അത്യാവശ്യം കുറച്ചധികം തന്നെ ചേർക്കുന്നുണ്ട്, ഒരു 1.5 കപ്പോളം ചേർക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുന്ന ടൈമിൽ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതപ്പോൾ നമ്മൾ ചിക്കൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂണോളം പച്ചവെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിച്ചെടുക്കുന്ന ടൈമിൽ ഫസ്റ്റ് നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം. അതിന് ശേഷം ഒരു തിള വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. ആ ഒരു തിള വന്നതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തവി വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഇതിനകത്ത് ചേർത്തതല്ല, ചിക്കനിൽ നിന്നുള്ള വെള്ളം തന്നെയാണിത്. ഇനി ഈ വെള്ളത്തിൽ ഇരുന്നിട്ട് വേണം ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇനി നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് മീഡിയത്തിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നല്ലപോലെ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും. ഒന്നാമത് ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേവുകയും ചെയ്യും. ഇപ്പോൾ ചിക്കനെല്ലാം എല്ലിൽ നിന്ന് വിട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ ഗ്രേവി ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ചും കൂടി ഉപ്പ് ചേർക്കുകയാണ്. ഇനി നമ്മൾ തീ ഓഫ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു 1/2 സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവരും തയ്യാറാക്കി നോക്കാം. തീ ഓഫ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ടതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതപ്പോൾ കണ്ടില്ലേ, ഈസി റെസിപ്പിയാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അതുകൂടാതെ തന്നെ ചൂട് ചോറിൻ്റെ ഒപ്പം അതുപോലെ ചപ്പാത്തിയുടെ ഒക്കെ ഒപ്പം സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.